ഹായ് ഹലോ. സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതൊരു ചെറിയ വീഡിയോ ഉണ്ട്, ഭയങ്കര ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല. ഞാൻ വളരെ പെട്ടെന്ന് അത് പറഞ്ഞു തീർക്കാം. ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവറി 2 to 3 മന്ത് കൂടുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ അറ്റം ട്രിം ചെയ്ത് കൊടുക്കണം, അറ്റം വെട്ടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ലൈക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു കുരു പോലെ സാധനം വരും, അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഓക്കെ, അതൊക്കെ വരും. കൊലയ്ക്കോ അങ്ങനെയൊന്നും പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ പറയാനുള്ള കാര്യമാണ് ഓയിലിംഗ്. ഹെയർ ഓയിലിംഗ് എന്ന് പറയുമ്പോൾ പലർക്കും എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആകരുത്. അതൊരു മാജിക്കാണ്, ഒരു ഓൾഡ് ഫാഷനല്ല. പലർക്കും അത് പറ്റത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയർ നമുക്ക് എന്താ പറയുക, ഒരു ലൈഫ് കൊടുക്കാൻ പറ്റും. ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് നമ്മുടെ റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. ഹെയർ കെയറിനെ പറ്റിയിട്ട് പറയുമ്പം ഡെയിലി എത്ര ദിവസം നമുക്ക് ഹെയർ വാഷ് ചെയ്യാമെന്നൊരു ഡൗട്ട് ഉണ്ടാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിലി 2 times ആണ് ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഹെയർ വാഷ് ചെയ്തോളാം. പക്ഷേ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പം നമ്മുടെ ഹെയർ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ചാൻസസ് കൂടുതലാണ്. പിന്നെ ചിലരുണ്ട് ഷാമ്പൂ മാത്രം യൂസ് ചെയ്യും, കണ്ടീഷണർ യൂസ് ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെയല്ല, കണ്ടീഷണർ സ്കിപ്പ് ചെയ്യാൻ പാടത്തില്ല. ഷാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ഡേർട്സ് ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഷാമ്പൂ. പക്ഷെ നമ്മുടെ ഡ്രാൻസ് നറിഷ് ആക്കി വെക്കണമെങ്കിൽ കണ്ടീഷണർ ഓഫ് കോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം. സോ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് 2 to 3 minutes നമ്മൾ തലയിൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കണ്ടീഷണർ ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഹെയർ വാഷിങ്ങിൽ ഉൾപ്പെടുത്തണം. ഹെയർ വാഷിന് ശേഷം നിങ്ങളൊരു ഹെയർ സെറം മസ്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അലോവേറ ജെൽ. നിങ്ങൾക്ക് ഹെയർ സെറം ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അലോവേറ ജെല്ല് പകരം യൂസ് ചെയ്യാം. ആൻഡ് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഈറ്റ് ഫോർ യുവർ ഹെയർ. അതായത് നിങ്ങളുടെ മുടിക്ക് വേണ്ടിയിട്ട് കൂടെ കഴിക്കാൻ നോക്കാം. മുടിക്ക് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ എന്ത് കഴിക്കുന്നതായിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ ഹെയറിനും കൂടെ വേണ്ടിയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ലൈക്ക് കറി ലീവ്സ്, അംല, നെല്ലിക്ക ആൻഡ് അതുപോലെ ലൈക്ക് നട്ട്സ്, എഗ്ഗ്, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. സോ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഹെയറിനും കൂടെ ഒരു ലൈഫ് കൊടുക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് നെക്സ്റ്റ് എന്താണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.